ഒരു ശരാശരി വീട്ടിലെ പെൺകുട്ടി പുറത്തിറങ്ങുകയാണെങ്കിലും ഒരറയി സാധനം തേക്കണം എന്നാണ് നിയമം ഇന്ന്. വലിയ പണക്കാരൊന്നാവണ്ട. പെൺകുട്ടി എന്ന് പറയാൻ പറ്റിയാൽ വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആൺകുട്ടി എന്നും കൂടി പറയാം. പക്ഷെ അത് സത്യമല്ല. പക്ഷെ പെൺകുട്ടി എന്ന് പറയാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ആൺകുട്ടി എന്ന് പറയാം. മുസ്ലിം പെണ്ണുങ്ങൾ ജീവിച്ചിരിക്കണ ഖബറാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ചിട്ട് വീട്ടിലൊക്കെ ഒന്ന് അതെങ്കി ഉടങ്ങണം, ദിക്ർ ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാ എന്താ പുകില്, മരിക്കോളം നിരാഹാരാന്നും പറഞ്ഞാണ്ട് പോവുക. 2 മണിക്കൂർ വിശന്നപ്പോ എല്ലാം നിരാഹാരം അവസാനിച്ചിട്ട് റിവേഴ്സ് അടിക്കുക. വേണമെങ്കിൽ ഞാൻ പറയട്ടോ, പെൺകുട്ടിക്ക് പകരം ഒരു ആൺകുട്ടി എന്നും കൂടി പറഞ്ഞാലേ സംതൃപ്തി ആവുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ആദ്യം ഒന്ന് പൊട്ടിടണം മുഖത്താകെ, ഈ പൈൻ്റ് അടിക്കണേന് മുമ്പ് ചെയ്യണത്. അത് മിനുസാൻ വേണ്ടിയിട്ട് സ്പ്രേ അടിക്കണം, അതിന് തിളക്കാൻ കിട്ടാൻ വേറെ സാധനം തേക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ പെയിന്റ് അടിക്കണം, ഇവിടെ വേറെ പെയിന്റ് അടിക്കണം. ഈ ചുണ്ടുമ്പ തേക്കണ സാധനത്തിൽ മെർക്കുറി ഉണ്ട് എന്നാണ്. മെർക്കുറിയുടെ 1 മില്ലിഗ്രാം ഉള്ളിൽ പോകണ്ട, ഒരു മൈക്രോ മില്ലിഗ്രാം ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ കിഡ്നി അടിച്ചു പോകുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിഡ്നി പോയിട്ടുള്ളത് മലപ്പുറത്താണെന്നാണ് കണക്ക്. അല്ലാഹു ആലം, അതിന്റെ ഒതന്റിസിറ്റി ഒന്നും എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ചുണ്ടുമ്പ തേക്കണത് ഇവിടെ തന്നെയാണെന്ന് തോന്നാറുണ്ട്. അപ്പൊ ചുണ്ടുമ്പൊക്കെ നോക്കിക്കണോ, നിഷ്കാലാക്കാൻ വരണ്ട, അടിയിൽ ഇങ്ങനെ ഈ കമന്റ് എഴുതാൻ നിൽക്കണ്ട. അതൊക്കെ നോക്കിയില്ലെങ്കിലും കുറെ മാർഗങ്ങളിലൂടെ അറിയാൻ പറ്റും. അത് സംബന്ധമായ ഡോക്ടേഴ്സിന്റെ പ്രസംഗം അത് കേട്ടാൽ മതി. ഞാൻ ഖബറിനെ കുറിച്ച് പറയാറുണ്ട്, അവിടെ പോയി വന്നിട്ടൊന്നുമില്ല. സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറയാറുണ്ട്, ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടില്ലേ, അപ്പൊ അത് പറ്റുമോന്ന്. ഞാൻ ചെയ്തു അല്ലെങ്കിൽ വേറെ ആള് ചെയ്തു, അത് എഴുതിയിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇങ്ങനൊരു കെട്ടകാലം. ഈ ഒരു ഇത്തിരി മെർക്കുറി ഉള്ളിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കിഡ്നി പോകുന്നതാണ്. ഇങ്ങനെ ഫുള്ള് തേക്കണം. എന്നിട്ട് അതൊക്കെ എങ്ങടെ പോണത്? വല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കളറൊന്നാട് ചേഞ്ച് ചെയ്തോ, എന്നാ പിന്നെ ഒളിഞ്ഞുന്നാണ്ട് പിന്നെയും തേക്കണം. അതിന് ചെറിയൊരു ബാഗിൽ കുറ്റി കൊണ്ടിടക്കണം. അതിൽ ഇഷ്ടം പോലെ ഫംഗസ് ഉണ്ടെന്ന് തേച്ചിട്ട് അങ്ങനെ വെക്കുകയാണ്. ഈ ഉമനീരും ചുണ്ടുമ്പത്തെ കളറും അങ്ങനെ വെക്കുകയാണ്. അത് കഴുകി കളയുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ സംഭവം വന്നാൽ സ്വാഭാവികമായിട്ടും ഫംഗസ്, ബാക്ടീരിയ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? തഴവ ഖബറിനെ പറ്റി പറയണത് പോലെ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതില്ല. ഒരു സമരം നടത്തൂലേ, പിന്നെ അതന്നെല്ലാം എടുത്ത് പിന്നെയും തേക്കണത്. അങ്ങനത്തെ ചില പരിശോധനാ ഫലങ്ങളുണ്ട്. ഈ ചുണ്ടുമ്പ തേക്കണ സാധനത്തിന്റെ മൊന നല്ല ഈ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ചിട്ട് പരിശോധിക്കുമ്പോ ഇങ്ങനെ നുഞ്ഞണീന്റെ ഫോട്ടം കാണുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കാണൂല, കണ്ണടച്ചാലും കാണൂലേ. ഇത് തേക്കണ്ടെന്ന് പറയലിന്റെ ആത്മീയത തൽക്കാലം മാറ്റി വെക്കുക. ഈ ശാസ്ത്രം ഓർത്തിട്ടെങ്കിലും ഒന്ന് നല്ലോണം നടക്കണ്ടേ? അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കണുണ്ടെങ്കിൽ ഒരു തെറ്റിലേക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സുജൂദിലേക്കാണ് പോകുന്നു. സുജൂദിലേക്ക് പോകുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്? പടച്ച റബ്ബ് ഖുർആനിൽ സൂറത്ത് താഹയുടെ 55 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരു സംഗതി ഉണ്ട്. മിൻഹാ ഖലഖനാകും, ഈ മണ്ണെന്ന് ഞങ്ങളെ പടച്ചത്. പടച്ചോനെ, മനുഷ്യ ശരീരത്തിലുള്ള മൊത്തം സാധനങ്ങൾ പരിശോധിച്ചാൽ അത് മൊത്തം മണ്ണിലുണ്ട്. ഒരു 3 എണ്ണം കൂടുതലുണ്ട് എന്നുള്ളൂ. ഏകദേശം 80% വെള്ളമാണ്. മണ്ണിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ ഏറ്റവും ഹാർഡായ സാധനമാണ് ഇല്ല, അതിന്റെ 20% പോലും വെള്ളമാണ്. പിന്നെ കുറച്ച് മാഗ്നീഷ്യം, അയൺ, ഫോസ്ഫറസ്, സൾഫർ, മൊത്തം നോക്കുകയാണെങ്കിൽ ഈ രാസവളത്തിന്റെ കടയിൽ വാങ്ങാൻ കിട്ടുന്ന കുറെ സാധനങ്ങൾ. ഒരു 1500 റുപ്യ ചെലവുണ്ടാവും മനുഷ്യന്റെ ഈ ബോഡി മൊത്തം അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഏകദേശം വെള്ളല്ലേ? 100 കിലോ ഉള്ള ഒരാളുടെ 80 കിലോ വെള്ളമാണ്. 80 കിലോ വെള്ളത്തിന് ഇപ്പൊ എത്ര റുപ്യ വരും? ബാക്കിയുള്ളൊക്കെ പാടെ കൂട്ടിയാൽ 1500 റുപ്യാണ് ഈ സാധനത്തിന് വില ഉള്ളത്. മരണത്തിന്റെ ഓരോ നിമിഷത്തിലും മരണാനന്തരമുള്ള ഓരോ നിമിഷത്തിലും എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പഠനങ്ങളുണ്ട്. 27 കൊല്ലം പോസ്റ്റ്മോർട്ടം വിഭാഗം മേധാവിയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഷേളി വാസു. അവരുടെ ഒരു പുസ്തകമുണ്ട്, പോസ്റ്റ്മോർട്ടം ടേബിൾ. ഒന്ന് വായിച്ചു നോക്കുക ചെറുപ്പക്കാരൊക്കെ. മരണാനന്തരം ഓരോ ദിവസം ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന്. ഏത് ദിവസം ആകുമ്പോഴേക്കാണ് മാംസള ഭാഗങ്ങളൊക്കെ കബറിലിട്ട് പരന്നിട്ട് എല്ല് മാത്രം പൊന്തി നിൽക്കുകയെന്ന്. പിന്നെ എത്ര ദിവസം കഴിയുമ്പോഴാണ് എല്ലും കൂടി ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുകയെന്ന്. പിന്നെ ഏത് കാലം കഴിഞ്ഞാലാ തുറന്നു നോക്കുമ്പോ വല്ലിപ്പാനെ കാണാതിരിക്കുകയെന്ന്. തുറന്നു നോക്കണ സമയത്ത് ഒന്നും ഉണ്ടാവില്ല. മിൻഹാ ഖലഖനാകും, മണ്ണെന്ന് പടച്ചു. വഫീഹാൻ ഒഴുതുക്കും, മണ്ണുക്കാണ് പോയി. മണ്ണുക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ മണ്ണിൽ മറയത് പോന്നു എന്നല്ല, പ്ലാസ്റ്റിക് മറയത് പോലെ അല്ല. മണ്ണിൽ അങ്ങോട്ട് ലയിച്ച് ചേർന്നു. കാരണം ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളും മണ്ണിലുണ്ട്. വഫീഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, മറ്റൊരു ഘട്ടത്തിൽ അതിൽ നിന്ന് തന്നെ പുനഃസൃഷ്ടിയും റബ്ബ് തആല നടത്തും. അത് ഓർമ്മിക്കുകയാണ്. സുജൂദിക്കട് പോവുകയാണ്. പടച്ചോനെ, ഇവിടെ നിന്നാണ് ഞാൻ ഉണ്ടായത്. ഏതോ ഒരു തന്റെ കാലിന്റെ ചോട്ട് കൊണ്ടുപോയിട്ടത് തലവെക്കുകയാണ്. എല്ലാ അഹങ്കാരവും, എല്ലാ നകളിപ്പും, എല്ലാവിധ ആഘോഷവും തീർന്നു പോവാണ്.
അത് തീരണം. കാരണം ഇതിനു വേണ്ടിയല്ല നമ്മൾ ജനിച്ചത്. ഇതാണ് നിസ്കാരം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു നിസ്കാരത്തോടു കൂടെ മനുഷ്യൻ റീസെറ്റ് ആകുന്നത്, കുറെ സംസ്കൃതനാകുന്നത്. അത് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങും, ജോലിക്ക് പോകും, അവന്റെ ബിസിനസ്സിലേക്ക് പോകും, കൃഷിയിലേക്ക് പോകും. സ്വാഭാവികമായും അത് കുറഞ്ഞു വരും. അപ്പോഴേക്ക് അടുത്ത നിസ്കാരത്തിന്റെ സമയം വരും. പിന്നെയും അവൻ ഇതുപോലൊക്കെ ആകും. പിന്നെ അടുത്ത നിസ്കാരത്തിന്റെ സമയം വരും, പിന്നെ അടുത്ത നിസ്കാരത്തിന്റെ സമയം വരും. ഇടക്കിടക്കൊക്കെ സുന്നത്ത് നിസ്കാരം കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടെ ആവുമ്പോ മനുഷ്യൻ സദാസമയം സദ്വൃദ്ധനാകും, ധർമ്മനിഷ്ഠനാകും. അവനെ യാതൊരു തെറ്റും ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തും. നിസ്കാരം ഇങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ നോമ്പ് മറ്റൊരു തലത്തിൽ നമ്മളെ സംസ്കരിക്കുന്നു.